പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അറിവിനെ കുറിച്ചാണ്. അറിയുക, അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക, എന്താണ് സംഭവിക്കേണ്ടത് എന്നൊക്കെ ചില കാര്യങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയം കൊണ്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പേരാണ് അവിടെ ഈ പ്രതിസന്ധിയിൽ വല്ലാതെ കഷ്ടപ്പെടുന്നത്. അതവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഒരു അനുഭവമാണ്. അതുപോലെ ചില കുടുംബങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് മക്കൾ മരിക്കുക. ഇന്നലെ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു പൊട്ടി കരയുകയാണ്. കോയമ്പത്തൂർ പഠിക്കാൻ പോയ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു മാരകമായ രോഗത്തിൽ ബോധമറ്റ് നിലത്ത് വീഴുന്നു, വെന്റിലേറ്ററിലാണ്, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ആ പിതാവിൻ്റെ ആ വേദന അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കിതാ, എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എൻ്റെ മോള് ജീവനോടെ അല്ലാതെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അതൊരു അറിവാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. മക്കളുടെ വേർപാടൊന്നും അദ്ദേഹത്തിന് സ്വീകരിക്കാനേ ചിന്തിക്കാനേ പോലും പറ്റാത്ത ഒരു അറിവ് അല്ലെങ്കിൽ ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശക്തി അറിയുക എന്ന് പറയുന്നത് അനുഭവ തലത്തിൽ നിൽക്കുന്നൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ആ ശക്തിയും ആ പ്രഭാവവും ഒക്കെ അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. ഓരോ വ്യക്തികളുടെ വേദന, ദുഃഖം എന്നൊക്കെ പറയുന്നത് അത് അവരവർ ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു അറിവിൻ്റെ തലമാണ്. ചിലരൊക്കെ വന്നിട്ട് ഞാൻ അതിഭയങ്കരമായ വേദനയിലാണ്, ദുഃഖത്തിലാണ് എന്നൊക്കെ പറയുക. ഞാനൊക്കെ ചില യുവാക്കളെയൊക്കെ ആയിട്ടൊക്കെ സംസാരിക്കാനിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രേമബന്ധങ്ങളൊക്കെ. അപ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അവരൊക്കെ പറയും ഒന്ന് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സമീപിക്കുന്ന സമയങ്ങളിൽ അവരോട് ഞാൻ പറയും, ഇത് ഒഴിവാക്കേണ്ടത് മാതാപിതാക്കൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കിക്കൂടെ. പക്ഷെ അവർ പറയുന്ന പലരും പറയുന്ന ഒരു വാക്കിതാണ്, ഞാൻ വർഷങ്ങളായിട്ട് അവളെ അറിയുന്നതാണ്, അവളെ എനിക്ക് ശരിക്കും അറിയാം, അതുകൊണ്ട് അത് ഒഴിവാക്കാനൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ സ്നേഹബന്ധം വലിയൊരു ആഴമുള്ള അനുഭവമാണ് എന്ന് അവർ പങ്കുവയ്ക്കാറുണ്ട്. സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തെ അറിയുക എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കന്യകാമറിയത്തിൻ്റെ മുമ്പിൽ ഗബ്രിയേൽ ദൈവദൂതൻ കടന്നു വന്നിട്ട് മംഗളവാർത്ത അറിയിക്കുന്ന സമയം, ഒരു പുത്രനെ നീ പ്രസവിക്കാൻ പോവുകയാണ്, ഗർഭം ധരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 1:34 നമ്മളിങ്ങനെ കാണുകയാണ് ആ ഭാഗം. മറിയത്തിൻ്റെ മേരിയുടെ മറുപടി, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ. വളരെ വ്യക്തമാണ്. ഞാൻ പുരുഷനെ അറിഞ്ഞെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ എന്ന് നിഷ്കളങ്കയായ മേരി ഗബ്രിയേൽ ദൈവദൂതനോട് പറയുന്നത് വളരെ രസകരമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ചിന്തയാണ്. യോഹന്നാൻ സുവിശേഷകന് 13-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ നമ്മോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് പീലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ? എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു. ആഴമാ, ഭയങ്കര ചിന്തിച്ചു നോക്കി, ഭയങ്കര ആഴമുള്ള ഒരനുഭവം അത്. അറിയുക എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാ പറയുക, ഭയങ്കര ആഴപ്പെട്ട ഒരനുഭവ തലമാണിതൊക്കെ. ചില കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് അത് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന അത്രയും തരത്തിൽ ഈ വ്യക്തിക്കത് മനസ്സിലാകണം നിർബന്ധമില്ല. ഇത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ നിന്ന് പറഞ്ഞല്ലോ, ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് അറിവ് എന്നൊക്കെ പറയുന്നത്, അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത്. ഇത് പറയുമ്പോൾ വളരെ രസകരമായ ഒരു അനുഭവം മദർ തെരേസ
വിവരിക്കുന്നുണ്ട്. ഒരു മാൾട്ടാക്കാരി പെൺകുട്ടി മദർ തെരേസയുടെ കോൺഗ്രിഗേഷനിൽ ആ സന്യാസ സമൂഹത്തിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് മദറിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. മദർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവളെ അവർ പറഞ്ഞയക്കുന്നത് വളരെ അത്യാസന്ന രീതിയിൽ ചികിത്സയിൽ കഴിയുന്ന, ശുശ്രൂഷിക്കപ്പെടുന്ന രോഗികളുള്ള ഒരു ഭവനത്തിലേക്കാണ്. അല്പം അറപ്പും വിഷമവും സങ്കടമൊക്കെ തോന്നിയെങ്കിലും അവർ ഒരു സന്യാസിനി ആകണമെന്ന ആഗ്രഹം കൊണ്ട് ആകാം അവിടെ കടന്നു ചെന്നു. അവൾക്ക് കിട്ടിയത് ദേഹം മുഴുവൻ വ്രണം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി. അവളിങ്ങനെ നിലത്ത് കിടന്ന് പൊളയുകയാണ്, വാവിട്ട് കരയുകയാണ്, വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ അത്യാസന്ന നിലയിലാണ് ഈ പെൺകുട്ടി. ഒരല്പം മടുപ്പൊക്കെ തോന്നി എങ്കിലും അതിനൊന്നും വകവയ്ക്കാതെ ഈ പെൺകുട്ടി ആ കുട്ടിയെ കോരിയെടുത്ത് ഇങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി മരിച്ചുപോയി. അതിനകത്ത് കുട്ടി മരിച്ചു പോവുകയാണ്. പക്ഷെ അവൾക്ക് വലിയൊരു നിർവൃതി ഉണ്ടായി. വലിയ സന്തോഷത്തിലാണ് പെൺകുട്ടി. തിരിച്ചവള് മദറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവൾക്ക് എത്രമാത്രം സന്തോഷം എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ സമൂഹത്തിലെല്ലാവർക്കും തോന്നി. അപ്പോൾ അവർ ചോദിച്ചു, എന്താ നിനക്ക് എത്ര സന്തോഷത്തിൻ്റെ കാരണം? അപ്പോൾ ആ പെൺകുട്ടി പറയുക, മദറേ, 3 മണിക്കൂർ നേരം ഞാൻ എൻ്റെ ഈ കരങ്ങളിൽ ഉണ്ണിയേശുവിനെ എടുത്തു പിടിച്ചിരിക്കുകയായിരുന്നു. ഈ മടിച്ചു നിന്നിട്ടാണെങ്കിലും ഈ പെൺകുട്ടി ഒരു വലിയ തിരിച്ചറിവിലേക്ക് വരികയാണ്. ഈ കുഞ്ഞിൻ്റെ അടുത്ത് കയ്യിൽ പിടിച്ചപ്പോൾ ഉണ്ണിയേശുവിനെയാണ് തൻ്റെ ഈ കരങ്ങളിൽ വഹിച്ചതെന്ന ഒരു വലിയ തിരിച്ചറിവ് ഈ പെൺകുട്ടിക്ക് ഉണ്ടാവുകയാണ്. അതൊരു ഡീപ്പ് അനുഭവമാണ്, ശരിക്കും ആഴത്തിലുള്ളൊരു അനുഭവം. ഒരു നല്ല സന്യാസിനിയാകാൻ ഒരു പക്ഷേ ഇവളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ അനുഭവമാണ് അവളെ നിർബന്ധിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ അറിവിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് നമ്മൾ പലരും പല രീതിയിലുള്ള അറിവ് ഉള്ളവരാണ്. പല അറിവുകൾ നമുക്കുണ്ട്, വ്യത്യസ്തമായ അറിവുകൾ. ഈ വ്യത്യസ്തമായ അറിവുകളിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമാക്കണം തോന്നും. ഏതൊരു പുതിയ അറിവ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കതൊന്ന് സ്വന്തമാക്കിയാൽ കൊള്ളാം എന്ന ഒരു വലിയ ആഗ്രഹം ചിലപ്പോൾ നമുക്ക് തോന്നാം. പീലിപ്പോസിനോട് യേശു പറഞ്ഞതാണ്, ഞാൻ ഇത്രയും കാലം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് നിനക്കെന്നെ മനസ്സിലാകുന്നില്ല മോനെ. എത്ര മനോഹരമായ ആഴപ്പെട്ടൊരു ചോദ്യമാണ് യേശു പീലിപ്പോസിനോട് ചോദിക്കുക. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഗലീലിലേക്ക് പോകുന്ന വഴിയാണ് പീലിപ്പോസിനെ കണ്ട് വിളിക്കുക. പീലിപ്പോസ്, നീയും വാ എൻ്റെ കൂടെ. എല്ലാം മറന്ന് പിന്നാലെ ഒരു പോക്കാണ്. ശരിക്കും അന്ത്രോസിൻ്റെയും പത്രോസിൻ്റെയും ഒക്കെ സ്ഥലമായ ബെത്സദയിൽ നിന്നുള്ളവനായിരുന്നു ഈ പീലിപ്പോസ് എന്ന് പറയുന്നത്. യേശുവിൻ്റെ കൂടെ ആയിരുന്നിട്ടും ശരിക്കും ആഴത്തിൽ പിതാവായ ദൈവത്തെ അറിയാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് യേശു ചോദിക്കുകയാണ്, എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13:7 അങ്ങനെയാണ്, എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു. ഈ പിതാവിനെ എനിക്ക് കാണിച്ചു തരണമെന്ന് യേശുവിനോട് പീലിപ്പോസ് ആവശ്യപ്പെടുന്ന നേരത്താണ് പീലിപ്പോസ്, ഇത്രയും കാലം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിട്ട് നീ എന്നെ അറിയുന്നില്ലേ? എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നുണ്ട് എന്ന് യേശു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അറിവുകളാണ് പിന്നീട് പീലിപ്പോസിനെ ഒരു രക്തസാക്ഷിയാകാൻ വേണ്ടിയിട്ട് പ്രാപ്തനാക്കി തീർത്തത്. മരണത്തിന് പോലും വേർപെടുത്താനാവാത്ത ഒരനുഭവം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് രോഗമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ആ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ഭാര്യ പോയി. ഞാൻ അദ്ദേഹത്തെ ചെന്നിങ്ങനെ ചേർത്ത് പിടിച്ചു. സാരമില്ല, ഇതിനെ അഭിമുഖീകരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാ, എൻ്റെ 2 ചിറകും പോയി. എത്ര ആഴപ്പെട്ടൊരു ബന്ധമാണ് അദ്ദേഹം പറയുന്നത്. എനിക്കിനി ആരുമില്ല, ഞാനിതുവരെയും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. അവൾ അത്ര എന്നെ മനസ്സിലാക്കി എന്നോട് ചേർന്ന് നിന്നിരുന്ന എൻ്റെ ഭാര്യയാണ്, പങ്കാളിയാണെന്നൊക്കെ പറഞ്ഞു. അത് പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെയും വല്ലാണ്ട് ഉലച്ചു. നമ്മളൊക്കെ കുടുംബജീവിതത്തിൽ പലതും ഫേസ് ചെയ്യുന്നവരാണ്.
ഇപ്പോൾ ചിന്ത പോവുക ഇങ്ങനെയാണ്, ആഴപ്പെട്ട ചില ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകുമ്പോൾ ചിറക് നഷ്ടപ്പെടുന്ന കിളിയെപ്പോലെയുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുക, ഈ നമുക്കൊരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്താലും, ആരെ ആശ്രയിച്ചു കഴിഞ്ഞാലും അവർക്കൊക്കെ പരിമിതികളുള്ളവരാണ്. നമ്മൾ ഒരു വ്യക്തിയെ, ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ സ്വന്തമായി ഇങ്ങനെ കൂടെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പരിമിതികളുണ്ട്. ഇപ്പോൾ ജീവിത പങ്കാളിക്കാണെങ്കിൽ പരിമിതിയുണ്ട്, മക്കൾക്കാണെങ്കിൽ പരിമിതിയുണ്ട്, മനുഷ്യർക്കൊക്കെ പരിമിതിയുണ്ട്. പക്ഷേ യേശുവിനെ അറിഞ്ഞുള്ള ആ ആഴപ്പെട്ട ബന്ധം യേശുവിനെ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു പ്രാപ്തിയിൽ നമ്മളെ എത്തിക്കുകയാണ്. വേർപെടുത്താനാവാത്തൊരു ബന്ധം ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി എല്ലാ മനുഷ്യർക്കും. നമുക്ക് ഭൂമുഖത്ത് ആരുമായിക്കൊള്ളട്ടെ, ഉന്നത വ്യക്തിയായിരിക്കാം നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ഈ ഭൂമുഖത്തെ മനുഷ്യരെന്ന നിലയിൽ ചിലപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കാം, അല്ലെ പ്രസിഡന്റ് ആയിരിക്കാം, അല്ലെ മറ്റ് മന്ത്രിമാരായിരിക്കാം, അല്ലെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കാം, അല്ലെ വലിയ നിലയിലുള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ അവർക്കൊക്കെ പരിമിതികളുണ്ട്. പക്ഷേ യേശു എന്ന് പറയുന്നത് പരിമിതികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. എല്ലാ പരിമിതികൾക്കും ഉപരിയായിട്ടുള്ള ഒന്നാണ് യേശുവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ യേശുവിനെ സ്വന്തമാക്കാൻ നമ്മളെ ഇത് വളരെയധികം ആഗ്രഹം ജനിപ്പിക്കും. നമ്മളിൽ ഇങ്ങനെ ആഗ്രഹം ജനിപ്പിച്ച് നമ്മളെ യേശു സ്വന്തമാക്കുമ്പോൾ, നമ്മൾ യേശുവിനെ സ്വന്തമാക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ സ്വന്തമായി മാറാനുള്ള ഒരു വലിയ വിളി അതിൽ കിടപ്പുണ്ട്. അപ്പോൾ അറിയുക, സ്വന്തമാക്കുക, സ്വന്തമായിരിക്കുക, അതൊരു മനുഷ്യജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഒന്നറിയുക, അറിയുന്നത് സ്വന്തമാക്കുക, അറിയുന്നതിൻ്റെ സ്വന്തമായിരിക്കുക. അത് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാം. വളരെ ആഴത്തുള്ളൊരു ബന്ധം. ആ ബന്ധത്തിന് ഇങ്ങനെ വാക്കുകൾ കൊണ്ടോ ഒന്നും മുറിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത്ര ഡീപ്പാണത്. അത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യം ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ എവിടെ പരാജയപ്പെട്ടാലും, ആരെ ആശ്രയിച്ച് പരാജയപ്പെട്ടാലും ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നും, അല്ലെങ്കിൽ ഉറപ്പ് തരാൻ പറ്റുന്നൊരു കാര്യം ഇതാ: യേശു ക്രിസ്തുവിൽ ആഴപ്പെടുന്ന ഒരു ബന്ധവും ഒരിക്കലും നമ്മളൊരു പരാജയത്തിലേക്ക് കൊണ്ടുപോവില്ല. ഈ ലോകത്തിൻ്റെ കണ്ണിലൂടെ അല്ല പലതും യേശു കാണുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മുടെ സ്വപ്നം കാണുന്ന പോലെ ആയിരിക്കില്ല പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ഇടപെടുന്നതും യേശു വന്ന് പ്രവർത്തിക്കുന്നതും. അത് മനുഷ്യൻ്റെ ബുദ്ധിക്കല്ല അതീതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ അനുഭവിച്ച ഒരു ബന്ധമുണ്ട് യേശുവുമായിട്ട്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അതെൻ്റെ ജീവിതത്തെ മൊത്തം, എൻ്റെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചു. വേറൊരു ലെവലിൽ ചിന്തിച്ച്, വേറൊരു ലെവലിൽ ജീവിച്ചിരുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഈ യേശുവുമായിട്ടുള്ളൊരു ബന്ധം, അത് മൊത്തം അങ്ങ് തിരിച്ചു കളഞ്ഞു ജീവിതം. അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശു എന്ന് പറയുന്ന ആ ദൈവവുമായിട്ടുള്ള, ആ സത്യവുമായിട്ടുള്ള ഒരു ആഴപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും മറക്കാനാവാത്ത, അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ രീതിയിലും വളരെ ഉറപ്പ് നൽകുന്ന, സന്തോഷം നൽകുന്ന, വ്യത്യസ്തമായൊരു ജീവിത ശൈലി നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് യേശുവിനെ പരിചയപ്പെട്ടവരും യേശുവിനെ അറിയുന്നവരും ഒക്കെ യേശുവിനെ സ്വന്തമാക്കിയിട്ടുണ്ട്. യേശുവിനെ സ്വന്തമാക്കുക മാത്രമല്ല, യേശുവിനെ സ്വന്തമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യേശുവിനെ സ്വന്തമായി മാറും. അതുകൊണ്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1-ന്റെ അവസാന ഭാഗത്ത്, അതായത് ആ 1-ാം വചനത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ യോഹന്നാസ്ലീഹ എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. യോഹന്നാസ്ലീഹയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് മറ്റൊന്നുമല്ല, തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവൻ അവസാനം വരെ സ്നേഹിച്ചു. യേശുവിൻ്റെ പ്രത്യേകത അതാണ്. ഈ ബന്ധം സ്ഥാപിതമായി കഴിഞ്ഞാൽ അവസാനം വരെയും, മരണം വരെയും അവൻ സ്നേഹിക്കുകയാണ്. അവസാനം വരെയും സ്വന്തമായിട്ടുള്ളവരെ സ്നേഹിച്ചു. അതുമാത്രമല്ല, തന്നെ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം അവിടുന്ന് ദൈവമക്കളാകാൻ ഭാഗ്യം നൽകി. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് കടന്നു പോകുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലോ, കണ്ണുനീരുകളിലോ, വേദനയിലോ, വിഷമങ്ങളിലോ, ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൊക്കെ ആയിരിക്കാം കടന്നു പോകുന്നത്. പക്ഷേ യേശുവിനെ അറിഞ്ഞ് യേശുവുമായിട്ടൊരു നല്ല ആഴപ്പെട്ട ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു കാരണത്തിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരില്ല. കാരണം അവൻ ഉറപ്പുള്ള ദൈവമാണ്, വിശ്വസിക്കാൻ പറ്റുന്നൊരു ദൈവമാണ്.
ഒരുപക്ഷെ മനുഷ്യരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല, പക്ഷേ യേശു എന്ന സത്യത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. മാറില്ല. അവൻ മരിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടി മരിച്ച സ്നേഹം, മരിച്ച മരണത്തെ ജയിച്ച ഒരു സ്നേഹമാണ്. അതുകൊണ്ട് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പിലേക്ക്, ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കോർക്കാം. ഒരു നിമിഷം കണ്ണടച്ച് നമുക്ക് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട യേശുവേ, അങ്ങേ നന്ദിയോടെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അങ്ങേ സ്വീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങ് ആരാണ് എന്ന ഒരാഴമായ തിരിച്ചറിവ്, ആ ബന്ധത്തിൻ്റെ ആഴം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. കൂടുതലായിട്ടൊന്നും അറിയില്ല. അങ്ങ് വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമാണല്ലോ ഞങ്ങൾ അറിയുക. ആഗ്രഹമുണ്ട് അങ്ങേ അറിയുവാനും, അങ്ങേ അനുഭവിക്കുവാനും, അങ്ങേ സ്വന്തമാക്കുവാനും, അങ്ങനെ സ്വന്തമായി ഇരിക്കുവാനും തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണ്. കനിവുണ്ടാകണമേ. ഞങ്ങളുടെ കണ്ണുനീരിൽ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ, ഞങ്ങളുടെ വേദനകളിൽ അങ്ങ് കൂടെയുണ്ടെങ്കിൽ അതിനെല്ലാം അതിജീവിക്കാൻ കഴിയുമെന്ന പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ആകയാൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങളെ അങ്ങ് മടങ്ങിപ്പോകരുത്. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അങ്ങ് അനുഗ്രഹിക്കാതെ ഞങ്ങൾ വിട്ടു മാറുകയില്ല. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.